കെ.എസ്. അരുൺകുമാർ കൂടി ചേരുന്നുണ്ട്. അരുൺകുമാർ, നോക്കൂ, ജബൽപൂരിൽ ക്രൈസ്തവർക്ക് നേരെയുണ്ടായ സംഘപരിവാർ ആക്രമണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ മറുപടിയാണ് അത്തരത്തിലുള്ള ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാറുണ്ട് എന്ന വളരെ ലാഘവത്തോടുള്ള മറുപടി. ചോദ്യം ചോദിച്ച കൈരളിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അതെ, അടുത്ത കാലത്ത് നമ്മൾ കുറെ അത്തരത്തിലുള്ള സമീപനം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നും BJP നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പാർലമെന്റിൽ, ലോകസഭയിലും രാജ്യസഭയിലും വഖഫ് ബില്ലിന്റെ ചർച്ചയ്ക്കിടയിൽ ഏകപക്ഷീയമായി അദ്ദേഹം നടത്തിയ പ്രസ്താവനയും വെല്ലുവിളികളും ആ മുഖഭാവവും ശരീരഭാഷയും എല്ലാം രാജ്യത്താകമാനം ജനങ്ങൾ കണ്ടതാണ്. വലിയ തരത്തിൽ നിയമസഭയിൽ പാസാക്കിയ, വളരെ ഐക്യകണ്ഠേന പാസാക്കിയ കേരളത്തിലെ വഖഫ് ബില്ലിനെതിരായിട്ടുള്ള പ്രമേയം, ആ പ്രമേയം വലിച്ചു കീറി എറിയും, അറബിക്കടലിൽ താഴ്ത്തും എന്നെല്ലാം പറഞ്ഞ് ഒരു ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം നടത്തിയ ആക്രോശമെല്ലാം നമ്മൾ കാണുകയുണ്ടായി. അപ്പോ അദ്ദേഹം അടുത്ത കാലത്ത് നടത്തിയ പല പ്രസ്താവനകളും അതുപോലെ തന്നെ രാജ്യത്ത് ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങളും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ജോൺ ബ്രിട്ടാസ് MP അത് ചൂണ്ടിക്കാണിച്ചത്. അത് വലിയ തരത്തിൽ രാജ്യത്ത് ചർച്ചയായി. ഇപ്പൊ സോഷ്യൽ മീഡിയ എല്ലാം വളരെ ഗൗരവത്തോടെ അത് ചർച്ച ചെയ്യുകയാണ്. അത്തരത്തിൽ തനിക്കുണ്ടായിട്ടുള്ള വലിയൊരു ഡാമേജ് പരിഹരിക്കാൻ വേണ്ടി അതിന്റെ വൈരാഗ്യം മുഴുവൻ വന്ന് കൈരളിയുടെ പുറത്തേക്ക് കയറുന്നതാണ് നമ്മൾ കണ്ടത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കനിമൊഴി അടക്കം ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുമ്പോൾ ഇദ്ദേഹം ഇരുന്ന് ഗോഷ്ഠി കാണിച്ചതും ആംഗ്യം കാണിച്ചതും എല്ലാം അപ്പൊ തന്നെ ചുട്ട മറുപടി കനിമൊഴി കൊടുത്തതും നമ്മുടെ മുന്നിലുണ്ട്. ബജറ്റിൽ ഒരു വിഹിതവും കേരളത്തിന് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിങ്ങനെ പുലമ്പിയിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് ആ കേരളത്തിന്റെ ആവശ്യത്തെ അവഗണിക്കാൻ വേണ്ടി വളരെ മോശം പരാമർശം നടത്തിയതും നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ അടുത്ത കാലത്ത് സവർണനായിട്ട് അടുത്ത ഉദാഹരണങ്ങളെല്ലാം ഉണ്ട്. ഏറ്റവും അവസാനം പാർലമെന്റിൽ ഗൗരവത്തോടെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ചയുടെ ഭാഗമായിട്ട് എല്ലാവരും ഭാഗവാക്കാവുമ്പോഴാണ് അദ്ദേഹം കേരളത്തെ അപമാനിക്കാൻ വേണ്ടി വലിയ ആക്രോശത്തോടെ ശരീരഭാഷയിലൊക്കെ വലിയ മാറ്റം വരുത്തിയുള്ള പ്രസ്താവന നടത്തിയത്. പക്ഷെ അതുകൊണ്ടൊന്നും മുനമ്പത്തെ ജനങ്ങൾക്കൊരു ഗുണമുണ്ടാവില്ല എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കാരണം ഈ നിയമ ഭേദഗതിയിലൊന്നും ഒരു തരത്തിലും അവിടുത്തെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന തരത്തിൽ തന്നെയല്ല ഈ നിയമ ഭേദഗതി വന്നിരിക്കുന്നത്. ഏതായാലും കൈരളി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇത്തരത്തിൽ ആരൊക്കെ ആക്രോശം കാണിച്ചാലും നിങ്ങളുടെ ചോദ്യങ്ങളാണ് ഗൗരവത്തോടെ ഈ രാജ്യം ചർച്ച ചെയ്യുന്നത്. പല തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി അജണ്ട വച്ചുകൊണ്ട് നടന്ന പ്രവർത്തനത്തെ തുറന്നു കാണിക്കാനുമെല്ലാം കൈരളിയുടെ ഈ ചോദ്യങ്ങളും ഇടപെടലും കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭീഷണി കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. കാരണം എന്താണ് അദ്ദേഹം ഇത്തരത്തിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര മോശം പെരുമാറ്റം കാണിക്കുന്നത് എന്നെല്ലാം. ഏതായാലും ഏറ്റവും ഗൗരവമായി പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ദുഷ്ടലാക്ക് തുറന്നു കാണിക്കാൻ ശ്രീ ജോൺ ബ്രിട്ടാസ് MPക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അരുൺകുമാർ, കൈരളി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ തന്നെ ഇരിക്കും. അരുൺകുമാർ, ഒരു കാര്യം കൂടി, രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളിലും ന്യായമായ ഒരു മറുപടി കേന്ദ്ര സഹമന്ത്രി എന്നൊരു നിലയിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. കേരളത്തിന് വേണ്ട ഒരാവശ്യങ്ങളിലും നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ കേരളത്തിന്റെ ഒരാവശ്യങ്ങളും ഇതുവരെ നേരെ ചൊവ്വയുള്ള ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മാധ്യമങ്ങൾക്കും ലഭിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് നേരെയുള്ള അദ്ദേഹത്തിന്റെ ആക്രമണവും ഇത് ആദ്യത്തെ സംഭവമല്ല. ഇന്ന് കൈരളിക്ക് നേരെ ആക്രോശിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. സിനിമയിലെ ചില കഥാപാത്രങ്ങളുടെ ഒരു ഗൗരവത്തോടെയാണ് അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പഴയ പോലീസ് ഓഫീസറുടെ മുഖംഭാവത്തോടെ തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും പൊതു ചർച്ചകളിലടക്കം പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോ ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അനുഭവം ഉണ്ടല്ലോ. 3 തവണ സമരപ്പന്തൽ സന്ദർശിച്ചത് ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു കൊടുക്കും എന്നെല്ലാം പറഞ്ഞ് സംസ്ഥാന ഗവൺമെന്റിനെയും സംസ്ഥാന ആരോഗ്യമന്ത്രിയെയും കുറ്റം പറഞ്ഞു. പിന്നെ ഡൽഹിയിൽ പോയി ചർച്ചയൊക്കെ നടത്തി തിരിച്ചു വന്നിട്ട് ആദ്യം പറഞ്ഞത് അങ്ങനെ തന്നെ വിഴുങ്ങേണ്ടി വരികയും ആരോഗ്യമന്ത്രിയെ, ഞാൻ സംസ്ഥാന ആരോഗ്യമന്ത്രിയെ കുറ്റം പറയില്ലെന്നും കേരള ഗവൺമെന്റിന്റെ കയ്യിൽ പണം കായ്ക്കുന്ന മരമില്ലെന്നും ഒക്കെ അദ്ദേഹം തിരുത്തി പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ ഏതൊക്കെ രംഗങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടോ അവസാനം അതെല്ലാം തിരുത്തി മാപ്പ് പറഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം നാം കാണുകയാണ്. പ്രത്യേകിച്ച് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം 1 രൂപ പോലും ആ ദുരന്തത്തിന്റെ പേരിൽ കേരളത്തിന് തന്നിട്ടില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ആ സാഹചര്യത്തിൽ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളുമായി ആക്രോശങ്ങളും അതുപോലെ തന്നെ സിനിമാ സ്റ്റൈലിലുള്ള വെല്ലുവിളികളുമായിട്ട് അദ്ദേഹം പോവുകയാണ്. അതുകൊണ്ട് നിരന്തരം ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം. സത്യം കണ്ടെത്താനുള്ള പ്രവർത്തനമാണ് മാധ്യമ പ്രവർത്തനം. ആ മാധ്യമ പ്രവർത്തനം അതേ സ്പിരിറ്റോടെ നടത്തുന്ന ഒരു ചാനൽ എന്ന രൂപത്തിൽ എല്ലാ പിന്തുണയും, ജനങ്ങളുടെ പിന്തുണ കൈരളിക്കുണ്ടാകും ഈ അവസരത്തിൽ. ശരി, നന്ദി ശ്രീ കെ.എസ്. അരുൺകുമാർ ഈ നിമിഷം പ്രതികരിച്ചതിന്.